ഈ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി കിച്ചണിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ ഏരിയ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഈ കാണുന്ന ഇൻഡക്ഷൻ കുക്കറിലാണ് ഞങ്ങളെ പാചകം. ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇത് ധാരാളമാണ്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയിട്ടൊരു 3 ആഴ്ചയൊക്കെ ആവുന്നേ ഉള്ളൂ. 3 ആഴ്ച കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. ആദ്യം മുടി ഒന്ന് കെട്ടി വയ്ക്കാം. ഇനി നമുക്ക് കൈ ഒന്ന് കഴുകാം. ഞാൻ കുളിച്ച് അടുക്കളയിൽ കയറുന്ന പരിപാടിയൊന്നുമില്ല. നമുക്കൊന്ന് വൃത്തിയാവാം, അത്രയേ ഉള്ളൂ. ദെൻ പാട്ട് വെച്ചിട്ടാണ് എൻ്റെ കുക്കിംഗ് എല്ലാം. പാട്ട് വെച്ചാൽ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് പാട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇത് ഞാൻ ഇന്നലെ രാത്രി റൈസ് കുക്കറിൽ ഇട്ട് വെച്ച അരിയാണ്. ഇപ്പോഴേക്ക് ചോറായിട്ടുണ്ടാവും. എല്ലാം കൂടി രാവിലെ ഉണ്ടാക്കണ്ടല്ലോ. വെന്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടിട്ട് ആരും ഓവർ വൃത്തിയാണെന്ന് വിചാരിക്കണ്ട. ഇതൊരു ട്രിക്കാണ്, എൻ്റെ അച്ഛമ്മ പറഞ്ഞതാ. നമ്മൾ തേങ്ങ ഒന്ന് നനച്ചിട്ട് പൊട്ടിച്ച് ചിരകുകയാണെങ്കിൽ ആ നനവ് കൊണ്ട് അതിൻ്റെ മുകളിലുള്ള പൊടി പ്ലേറ്റിലേക്ക് വീഴില്ല നമ്മൾ ചിരകുമ്പോൾ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് പച്ചക്കറി വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് വെച്ച് തേങ്ങ ചിരവാം. ഇന്ന് ഞങ്ങൾ ആട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഗോതമ്പ് പുട്ടിനേക്കാളും ഇഷ്ടം ഗോതമ്പ് പുട്ടുപൊടിയില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിനേക്കാളും ഇഷ്ടം ആട്ട കൊണ്ട് തന്നെ പുട്ട് ഉണ്ടാക്കുന്നതാണ്. പൊടി നനച്ച് വെക്കാം. അതാ അവിടെ സോയാബീൻ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പച്ചക്കറി അരിയാം. ഇങ്ങനെ കത്തി വെക്കുമ്പോഴേക്കും പച്ചക്കറി അരിഞ്ഞ് കിട്ടിയ എന്തൊരു സുഖമല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് ബീട്രൂട്ട് കിച്ചടിയാണ്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പല്ല് വയ്ക്കാം. അങ്ങനെ പുട്ട് റെഡിയായി. എൻ്റെ ഹസ്ബൻഡ് ഇതാ ഓഫീസിൽ പോകാൻ നോക്കുകയാണ്. ദിസ് ഈസ് മൈ ഹസ്ബൻഡ്. അർജുന അത്ര സമയമില്ല കേട്ടോ ഇപ്പം. അതായത് 7:45 ബസ്. 7:40 ആവാനായിട്ടുണ്ട്. പക്ഷെ അത്ര ദൂരമില്ല ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ കുഴപ്പമില്ല. ഇനി എനിക്ക് ഒന്ന് ടൗണിൽ പോകാനുണ്ട്. എനിക്കൊരു ബുദ്ധ സ്റ്റാച്യു ചെയ്യാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്ലേ വാങ്ങാൻ പോകണം. പിന്നെ കുറച്ച് ക്ലോത്തിങ് മെറ്റീരിയൽ വാങ്ങാനുണ്ട്. അപ്പം നമുക്ക് റെഡി ആവാം. ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ കല്യാണത്തിന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ കൂടെയുള്ള മാലയും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ വീട് ഞങ്ങൾ റെൻറ്റിനെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ ചേച്ചി ട്രിപ്പ് പോയപ്പം കൊണ്ടു തന്നതാണത്, ആ മാല. ഓണറിൻ്റെ ചേച്ചീൻ്റെ വീട് ഞങ്ങളെ തൊട്ടടുത്താണ്. ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ ലിപ് ബാമും ലാക്മേയുടെ ലിപ്സ്റ്റിക്കുമാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. വൺ ഓഫ് മൈ എന്നൊന്നും പറയാനില്ല, ആകെ ഒരു ലിപ്സ്റ്റിക്കേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള അത്ര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ വാങ്ങുള്ളൂ. ഇതിന് മുന്നേ വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് തന്നെ യൂസ് ചെയ്യും. ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞേരെയാണ് എനിക്ക് സൺസ്ക്രീൻ ഇട്ടാലോ എന്ന് തോന്നിയത്. സൺസ്ക്രീന് എല്ലാ ദിവസവും ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ ഇടാറില്ല. ഒരു മൂഡ് വേണം. ഇന്ന് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞേരെയാണ് സൺസ്ക്രീൻ ഇട്ടാലോ എന്ന് തോന്നിയത്. ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇടുകയാണ്. ഇൻസൈറ്റിൻ്റെ സൺസ്ക്രീനാണ്. ഇതിന് മുന്നേ ഞാൻ ഡോക്കിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തത്. ഇപ്പോൾ ഇൻസൈറ്റിൻ്റെ കുറച്ചുകൂടി ജെൽ ടൈപ്പ് ആയതുകൊണ്ട് അതെനിക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നി. ഇനി സെറം ഞാൻ അധികം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ പ്രശ്നമുണ്ട്. മുടീൻ്റെ അറ്റം ഇങ്ങനെ പിളരും, കുറേ ആയിട്ട് പിളരും. 2 കഷ്ണമൊന്നും ആയിരിക്കില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എഴുതി തന്നൊരു സെറം, അതിൻ്റെ പേര് തന്നെ എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ അത് തേച്ചിട്ട് നല്ല മാറ്റമുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി. കൂടെയുള്ള ബാഗ് നമ്മുടെ ഗ്രീൻ പീഡികയുടേതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഗ്രീൻ പീഡിക എന്ന് സെർച്ച് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ പോകാൻ റെഡിയായി പോവുകയാണ്. ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ ബസ് ഉണ്ടോയെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭാഗ്യത്തിന് ബസ് പെട്ടെന്ന് കിട്ടി. ഞാൻ എന്തായാലും കുറേ നേരം ബസ്സിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാക്കി വന്നായിരുന്നു. പക്ഷെ ഒരു 10 മിനിറ്റേ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലെത്തി. എനിക്ക് ഭയങ്കര എംബാരസിങ് ആയിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ. പിന്നെ ഒരു രസമല്ലേ. ഇതാണ് കട. ഭയങ്കര ചെറിയ കടയാണ്, പക്ഷേ എല്ലാ സാധനവും ഇവിടെയുണ്ട്.
ഇതാണ് നമ്മൾ തപ്പി വന്ന ഐറ്റം. പക്ഷേ ചെറിയ പാക്കേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയ പാക്ക് 2 എണ്ണം വാങ്ങി. പിന്നെ അങ്ങോട്ട് അലച്ചിലായിരുന്നു തുണിക്ക് വേണ്ടിയിട്ട്. ഞാനൊരു 4-5 കടയിൽ കയറി ഇറങ്ങി, അവസാനം ആദ്യം കയറിയ കടയിൽ തന്നെ കയറി. ഈ ഒരു ക്ലോത്താണ് ഞാൻ എടുക്കാൻ വിചാരിക്കുന്നത്. അതിനൊരു ലേസ് വേണം. അതിന് പറ്റിയൊരു ലേസും നമ്മൾ തപ്പി കണ്ടുപിടിച്ചു. ഇനി ഇതിനൊരു ഷോൾ വേണം. ഷോൾ ഞാൻ സെപ്പറേറ്റ് മെറ്റീരിയൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നെറ്റിൻ്റെതാണ് ഷോൾ എടുത്തത്. വീട്ടിലങ്ങനെ തിരിച്ചെത്തി. ഇനി ഉച്ചഭക്ഷണം കഴിക്കാം. അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ട് മീൽ കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കുറച്ച് ചോറും ബീറ്റ്റൂട്ട് കിച്ചടി, ക്യുക്കമ്പർ, പിന്നെ സോയാബീൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ബുക്ക് വായിക്കാനിരിക്കാം. ഇതാണ് പുതുതായിട്ട് ഞാൻ വായിക്കാനെടുത്ത പുസ്തകം, കഞ്ചാവ്. ഈ കൊല്ലം ഞാൻ തുടങ്ങുന്ന സമയത്ത് എടുത്തൊരു തീരുമാനമായിരുന്നു എല്ലാ മാസവും അറ്റ്ലീസ്റ്റ് ഒരു ബുക്കെങ്കിലും വായിക്കണം എന്നുള്ളത്. അതങ്ങനെ എല്ലാ മാസവും വായിക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ഞാനത് അത്യാവശ്യം ഫോളോ ചെയ്ത് വരുന്നു. ബുക്ക് വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം വന്നു. ഉച്ചമയക്കത്തിന് സമയമായി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് വ്ളോഗിൽ കാണിക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ഈ അടുത്തായിട്ട് ചെറുതായിട്ട് PCODൻ്റെ പ്രശ്നമുണ്ട്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല, ചെറുതായിട്ട്. അപ്പം അത് റിവേഴ്സ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. വർക്കൗട്ട് കഴിഞ്ഞ്, റെസ്റ്റ് കഴിഞ്ഞ്, കുളി കഴിഞ്ഞു. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട തിന്നാം. വർക്കൗട്ട് കഴിഞ്ഞാൽ മുട്ട തിന്നണമെന്നാണല്ലോ. ഈ സമയം തന്നെ ഞാൻ രാത്രിത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കും. കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ടീച്ചിങ് ഉണ്ട്, പിന്നെ സമയം കിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല. മുട്ടത്തോട് പച്ചക്കറിക്ക് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇവിടെ പച്ചക്കറി അധികം ഞാൻ നട്ടിട്ടില്ല. ഇനി അതൊരു വ്ളോഗാക്കി ഇടണം. ഒരു ദിവസം നമുക്ക് പച്ചക്കറി വിത്തൊക്കെ വാങ്ങാൻ പോയി പച്ചക്കറിയൊക്കെ നടാം. ഈ മുട്ടയുടെ വെള്ള മാത്രമേ ഞാൻ തിന്നുള്ളൂ. എനിക്ക് ഇതിൻ്റെ മഞ്ഞ തിന്നാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് മഞ്ഞ ഇവിടെ വേസ്റ്റ് ആവും. എൻ്റെ അർജു ആണെങ്കിൽ വെജിറ്റേറിയനുമാണ്, മുട്ട കഴിക്കുകയില്ല. അപ്പം അത് വേസ്റ്റ് ആവും മുട്ടയുടെ മഞ്ഞ. പണ്ട് അർജുൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ അവിടെ ഡോഗ്സ് ഉണ്ടായിരുന്നു, അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്യുക. അങ്ങനെ ഓൺലൈൻ ടീച്ചിങ്ങിനുള്ള സമയമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടീച്ചിങ്. ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമാണ് ടീച്ചിങ്. അതിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഞാൻ നല്ല ആസ്വദിച്ച് ചെയ്യും. പക്ഷെ ഓഫ്ലൈൻ ആകുമ്പോൾ എനിക്ക് വേറൊരു പ്രശ്നം, എൻ്റെ സൗണ്ട് പെട്ടെന്ന് പോവും. എനിക്ക് പെട്ടെന്ന് തന്നെ തൊണ്ടയ്ക്ക് പ്രശ്നം വരും. ഓൺലൈൻ ആകുമ്പോൾ ആ ഇഷ്യൂ ഇല്ല, നമ്മൾ അധികം സ്ട്രെയിൻ ചെയ്യുന്നില്ലല്ലോ. ക്ലാസ്സിൻ്റെ ഇടയിലാണ് അർജു വീട്ടിലേക്ക് എത്താറുള്ളത്. പക്ഷേ അതിനുശേഷം എന്നോട് വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. ഭക്ഷണം കഴിക്കുന്ന ഒന്നും ഞാൻ വ്ളോഗ് എടുത്തില്ല, മറന്നുപോയി. അങ്ങനെ ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കഴുകി ഞങ്ങൾ കിടക്കാൻ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.